ഹായ്, ഇപ്പോൾ എല്ലാവർക്കും നമ്മുടെ പ്ലൂട്ടോയുടെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് നോക്കുന്നത് നമ്മുടെ കറണ്ട് അഫേഴ്സിൻ്റെ 100 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ്. 100 കറണ്ട് അഫേഴ്സ് സീരീസ് എന്നും പറഞ്ഞിട്ട് നമ്മളൊരു പ്ലേലിസ്റ്റ് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ 100 കറണ്ട് അഫേഴ്സ് ചോദ്യങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. ഇതെനിക്ക് തോന്നുന്നു രണ്ടാമത്തെ വീഡിയോ ആണ്. അപ്പോൾ എന്ത് ചെയ്യാം, നമുക്ക് നമ്മുടെ ചോദ്യങ്ങൾ നോക്കാം. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം, കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനം പ്രകൃതി 2025 എവിടെ നടന്നു? ന്യൂഡൽഹിയിലാണ് നടന്നത്. അപ്പോൾ നമ്മുടെ കാർബൺ വിപണികളെക്കുറിച്ചുള്ള അന്താരാഷ്ട്ര സമ്മേളനമായ പ്രകൃതി 2025 എവിടെ നടന്നു? ന്യൂഡൽഹിയിൽ നടന്നു. രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരം ആരാണ്? കരുൺ നായരാണ്. ഇന്നത്തെ നമ്മുടെ മലയാള മനോരമ പത്രം നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏറ്റവും പുറകിലായിട്ട് കരുൺ നായരുടെ ഒരു കോട്ട് കാണാൻ പറ്റും. അപ്പോൾ രണ്ടാമത്തെ ചോദ്യം, ഫസ്റ്റ് ക്ലാസ് ക്രിക്കറ്റിൽ 8000 റൺസ് എന്ന നാഴികക്കല്ല് പിന്നിട്ട വിദർഭയുടെ മലയാളി താരമാരാണ്? കരുൺ നായരാണ്. മൂന്നാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്തനായ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി. 2025 ഫെബ്രുവരിയിൽ വിടവാങ്ങിയ പ്രശസ്തനായ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമായ വ്യക്തി ആരാണ്? കെൻ സക്കർമാനാണ്. ആരാണ്? കെൻ സക്കർമാനാണ്. നമ്മുടെ അമേരിക്കൻ സംഗീതജ്ഞനും സരോദ് വാദകനുമാണ് കെൻ സക്കർമാൻ. നാലാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ജനങ്ങൾക്കായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം ഉദ്ഘാടനം ചെയ്തത് എവിടെയാണ്? 2025 ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി തദ്ദേശീയ ഇനങ്ങൾക്കായിട്ടുള്ള മികവിൻ്റെ കേന്ദ്രം എവിടെ ഉദ്ഘാടനം ചെയ്തു? ജനങ്ങൾക്കാണോ ഇനങ്ങൾക്കാണോ സംശയമുണ്ട്. എവിടെയാണ് ഉദ്ഘാടനം ചെയ്തത്? നമ്മുടെ മോത്തിഹാരി, ബീഹാറിലെ മോത്തിഹാരിയിലാണ്. അടുത്ത് അഞ്ചാമത്തെ ചോദ്യം, 2025 ഫെബ്രുവരി 27 നാസ വിക്ഷേപിക്കുന്ന പുതിയ ടെലസ്കോപ്പ്. അപ്പോൾ 2025 ഫെബ്രുവരി 27 നാസ വിക്ഷേപിക്കുന്ന പുതിയ ടെലസ്കോപ്പ് ഏതാണ്? സ്പെറക്സ് ആണ്. സ്പെറക്സ് എന്ന് പറയുമ്പോൾ സ്പെക്ട്രോ ഫോട്ടോമീറ്റർ ഫോർ ദ ഹിസ്റ്ററി ഓഫ് ദ യൂണിവേഴ്സ്, എപ്പോച്ച് ഓഫ് റയോണൈസേഷൻ ആൻഡ് ഐസസ് എക്സ്പ്ലോറർ. ഇതാണ് സ്പെറക്സിൻ്റെ ആ ഫുൾ ഫോം എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ 2025 ഫെബ്രുവരി 27 നാസ വിക്ഷേപിക്കുന്ന പുതിയ ടെലസ്കോപ്പ് ഏതാണ്? സ്പെറക്സ് ആണ്. ആറാമത്തെ ചോദ്യം, വൃദ്ധർ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ എന്നിവർക്ക് സഹായവും സഹകരണവും ലഭ്യമാകുന്ന കുടുംബശ്രീ പദ്ധതി. അപ്പോൾ വൃദ്ധർ, കിടപ്പിലായ രോഗികൾ, ഭിന്നശേഷിക്കാർ, നവജാത ശിശുക്കൾ, പ്രസവാനന്തര പരിചരണം ആവശ്യമുള്ള സ്ത്രീകൾ ഇവർക്കൊക്കെ സഹായവും പരിചരണവും ലഭ്യമാക്കുന്ന കുടുംബശ്രീയുടെ പദ്ധതി ഏതാണ്? K4 കെയർ ആണ്. ഏതാണ്? K4 കെയർ ആണ്. ഏഴാമത്തെ ചോദ്യം, RS-24 യാർഡ്സ് ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്? RS-24 യാർഡ്സ് എന്ന് പറയുന്നത് ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്? റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് ഇത് RS-24 യാർഡ്സ്. അപ്പോൾ RS-24 യാർഡ്സ് ഏത് രാജ്യത്തിൻ്റെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ്? റഷ്യയുടെ ഭൂഖണ്ഡാന്തര ബാലിസ്റ്റിക് മിസൈലാണ് RS-24 യാർഡ്സ്. എട്ടാമത്തെ ചോദ്യം, കാൻ ചലച്ചിത്രമേളയിൽ പാംദിയോർ പുരസ്കാരം നേടിയത് ആരാണ്? ജാഫർ പനാഹിയാണ്. അപ്പോൾ കാൻ ചലച്ചിത്രമേളയിൽ പാംദിയോർ പുരസ്കാരം നേടിയ വ്യക്തി ആരാണ്? ജാഫർ പനാഹിയാണ്. ഒൻപതാമത്തെ ചോദ്യം, യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയത് ആരാണ്? ആഴ്സണലാണ്. അപ്പോൾ നമ്മുടെ യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്? ആഴ്സണലാണ്. അപ്പോൾ ഒൻപതാമത്തെ ചോദ്യം, യുവേഫ വനിതാ ചാമ്പ്യൻസ് ലീഗ് ഫുട്ബോൾ കിരീടം നേടിയതാരാണ്ട? ആഴ്സണലാണ്. പത്താമത്തെ ചോദ്യം, ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത്? ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയത് ലാൻസോ നോറിസ് ആണ്. അപ്പോൾ ഫോർമുല 1 മൊണോക്കോ ഗ്രാൻഡ് പ്രിയിൽ കിരീടം നേടിയതാരാണ്? ലാൻസോ നോറിസ് ആണ്. 11ാമത്തെ ചോദ്യം, 2025 ഫ്രഞ്ച് കപ്പ് ചാമ്പ്യന്മാരായത്? 2025 ഫ്രഞ്ച് കപ്പ് ചാമ്പ്യന്മാരായത് ആരാണ്? പാരീസ് സെൻറ്റ് ജർമ്മനാണ്.
PSG ആണ്. ഇപ്പോൾ 2025 ഫ്രഞ്ച് കപ്പ് ചാമ്പ്യന്മാരാരാണ്? പാരീസ് സെന്റ് ജർമ്മൻ, PSG ആണ്. അടുത്ത ചോദ്യം 12ാമത്തെ ചോദ്യമാണ്. ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സമ്പദ്യ വ്യവസ്ഥയായിട്ട് മാറിയത് നമ്മുടെ ഇന്ത്യയാണ്. അപ്പോൾ ജപ്പാനെ പിന്തള്ളി ലോകത്തെ 4ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയായി മാറിയത് അല്ലെങ്കിൽ സമ്പദ്യ വ്യവസ്ഥ ഉണ്ടായത് ഏത് രാജ്യത്താണ്? നമ്മുടെ ഇന്ത്യക്കാണ്. 13ാമത്തെ ചോദ്യം. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റായിട്ട് നിയമിതനായത്. അപ്പോൾ സമസ്ത കേരള സാഹിത്യ പരിഷത്ത് പ്രസിഡൻ്റായിട്ട് നിയമിതനായ വ്യക്തി ആരാണ്? നമ്മുടെ സി രാധാകൃഷ്ണനാണ്. ആരാണ്? സി രാധാകൃഷ്ണനാണ്. 14ാമത്തെ ചോദ്യം. ഹൈദരാബാദ് സൺറൈസേഴ്സ് IPLലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ടീം ടോട്ടൽ സ്വന്തമാക്കിയ മത്സരത്തിൽ IPLലെ ഏറ്റവും വേഗതയേറിയ 3ാമത്തെ സെഞ്ചുറി നേടിയത്? ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. ഹൈദരാബാദ് സൺറൈസേഴ്സ് IPLലെ ഏറ്റവും ഉയർന്ന 3ാമത്തെ ടീം ടോട്ടൽ സ്വന്തമാക്കിയ മത്സരത്തിൽ IPLലെ ഏറ്റവും വേഗമേറിയ 3ാമത്തെ സെഞ്ചുറി ആർക്ക് കിട്ടി? ഹെൻറിച്ച് ക്ലാസനാണ് കിട്ടിയത്. ആർക്കാണ്? ഹെൻറിച്ച് ക്ലാസനാണ്. 15ാമത്തെ ചോദ്യം. രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം. രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? തെലങ്കാനയാണ്. ഇപ്പോൾ രാജ്യത്ത് പട്ടികജാതിക്കാർക്ക് ഉപസംവരണം നടപ്പിലാക്കുന്ന ആദ്യ സംസ്ഥാനം ഏതാണ്? അത് തെലങ്കാനയാണ്. 16ാമത്തെ ചോദ്യം. ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ 97ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രി. അപ്പോൾ ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ 97ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രി ഏതാണ്? ന്യൂഡൽഹിയിലെ ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, നമ്മുടെ എയിംസ് ആണ്. അപ്പോൾ ന്യൂസ് വീക്കും സ്റ്റാറ്റിസ്റ്റയും ചേർന്ന് തയ്യാറാക്കിയ 2024 ലോകത്തിലെ ഏറ്റവും മികച്ച ആശുപത്രികളുടെ റാങ്കിങ്ങിൽ 97ാം സ്ഥാനം നേടിയ ഇന്ത്യയിലെ ആശുപത്രി ഏതാണ്? എയിംസ് ആണ്. എവിടെയാണ്? ന്യൂഡൽഹിയാണ്. 17ാമത്തെ ചോദ്യം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ മഞ്ഞളിനം. ഭാരതീയ സുഗന്ധവിള ഗവേഷണ കേന്ദ്രം അടുത്തിടെ പുറത്തിറക്കിയ പുതിയ മഞ്ഞളിനമാണ് IISR സൂര്യ. ഏതാണ്? IISR സൂര്യയാണ് പുതിയ മഞ്ഞൾ ഇനം. 18ാമത്തെ ചോദ്യം. 2025 കലിംഗ സൂപ്പർ കപ്പ് വിജയികളായത്. 2025 കലിംഗ സൂപ്പർ കപ്പ് വിജയികളായത് FC ഗോവയാണ്. ഇപ്പോൾ 2025 കലിംഗ സൂപ്പർ കപ്പ് വിജയികളാരാണ്? FC ഗോവ. 19ാമത്തെ ചോദ്യം. സിംഗപ്പൂരിൽ പുതിയ പ്രധാനമന്ത്രിയായി ചുമതലയേൽക്കുന്നത്. ലോറൻസ് വോങ്. സിംഗപ്പൂരിലെ പുതിയ പ്രധാനമന്ത്രി ആരാണ്? ലോറൻസ് വോങ് ആണ്. 20ാമത്തെ ചോദ്യം. ഓസ്ട്രേലിയൻ പൊതുതിരഞ്ഞെടുപ്പിൽ വിജയിച്ചതോടെ പ്രധാനമന്ത്രിയായി തുടരുന്നത്. ഓസ്ട്രേലിയൻ തിരഞ്ഞെടുപ്പ് വിജയിച്ചതോടുകൂടി പ്രധാനമന്ത്രിയായി തുടരുന്ന ആരാണ്? ആൻ്റണി അൽബനീസ് ആണ്. അപ്പോൾ ഓസ്ട്രേലിയൻ പ്രധാനമന്ത്രി ആരാണ്? ആൻ്റണി അൽബനീസ്. 21. നിരോധിത മരുന്ന് ഉപയോഗത്തിൻ്റെ പേരിൽ വിലക്ക് നേരിടുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം. കാഗിസോ റബാദ. നിരോധിത മരുന്ന് ഉപയോഗത്തിൻ്റെ പേരിൽ വിലക്ക് നേരിടുന്ന ദക്ഷിണാഫ്രിക്കൻ ക്രിക്കറ്റ് താരം കാഗിസോ റബാദ. 22ാമത്തെ ചോദ്യം. നിരവധി പാമ്പുകളുടെ വിഷം സ്വന്തം ശരീരത്തിൽ കുത്തിവെച്ച് 18ലധികം പാമ്പിൻ വിഷങ്ങൾക്കെതിരെയും പ്രവർത്തിക്കുന്ന ആൻറ്റീവനം സ്വന്തം ശരീരത്തിൽ സൃഷ്ടിച്ചെടുത്ത വ്യക്തി. സ്വന്തം ശരീരത്തിൽ പാമ്പിൻ വിഷം കുത്തിവെച്ച് ആൻറ്റീവനം സ്വന്തം ശരീരത്തിൽ നിർമ്മിച്ചെടുത്ത വ്യക്തി ആരാണ്? ടിം ഫ്രീഡാണ്. ആരാണ്? ടിം ഫ്രീഡാണ്. 23ാമത്തെ ചോദ്യം. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത്. 7ാമത് ഖേലോ ഇന്ത്യ യൂത്ത് ഗെയിംസ് നടക്കുന്നത് ബീഹാറാണ്. എവിടെയാണ്? ബീഹാറാണ്. 24ാമത്തെ ചോദ്യം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം നൽകാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിക്കുന്ന വൺ സ്റ്റോപ്പ് പ്ലാറ്റ്ഫോം. തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങൾക്കും
ഒരു ഏകീകൃത പ്ലാറ്റ്ഫോം നൽകാനായി തിരഞ്ഞെടുപ്പ് കമ്മീഷൻ വികസിപ്പിക്കുന്ന വൺ സ്റ്റോപ്പ് പ്ലാറ്റ്ഫോം ഏതാണ്? ഇസി നെറ്റാണ്. ഏതാണ്? ഇസി നെറ്റാണ്. 25ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ആദ്യമായി ATM നിലവിൽ വന്ന ട്രെയിൻ മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് ആണ്. അപ്പോൾ ഇന്ത്യയിൽ ആദ്യമായിട്ട് ATM നിലവിൽ വന്ന ട്രെയിൻ ഏതാണ്? മുംബൈ മന്മത് പഞ്ചവതി എക്സ്പ്രസ് ആണ്. 26ാമത്തെ ചോദ്യം, അമരാവതി വിമാനത്താവളം നിലവിൽ വന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. അമരാവതി വിമാനത്താവളം എവിടെ വന്നു? മഹാരാഷ്ട്രയിൽ വന്നു. 27ാമത്തെ ചോദ്യം, ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം. ലിഥിയം ബ്ലോക്കിനുള്ള കോമ്പോസിറ്റ് ലൈസൻസ് നേടിയ ആദ്യ സംസ്ഥാനം ഏതാണ്? അത് ചണ്ഡീഗഡാണ്. ഏതാണ്? ചണ്ഡീഗഡാണ്. 28, ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്ത് ആരംഭിച്ചു? ഗുജറാത്താണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യത്തെ AI പവേർഡ് സോളാർ നിർമ്മാണ ലൈൻ ഏത് സംസ്ഥാനത്താണ്? അത് ഗുജറാത്താണ്. 29ാമത്തെ ചോദ്യം, ആസ്ട്ര MK3 മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം ഗാന്ധീവയാണ്. ആസ്ട്ര MK3 മിസൈലിൻ്റെ പുതിയ ഔദ്യോഗിക നാമം എന്താണ്? ഗാന്ധീവയാണ്. അപ്പോൾ അടുത്ത 30ാമത്തെ ചോദ്യമാണ്, 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയം. ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ്. 2025 വേൾഡ് ഒബിസിറ്റി ഡേയുടെ പ്രമേയമാണെന്ത്? ചേഞ്ചിങ് സിസ്റ്റംസ് ഹെൽത്തിയർ ലിവ്സ്. 31ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ AI കമ്പ്യൂട്ട് പോർട്ടലും ഡാറ്റാ സൈറ്റ് പ്ലാറ്റ്ഫോമുമായ AI കോശ ആരംഭിച്ച മന്ത്രാലയം മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. AI കോശ എന്ന് പറയുന്ന ആ ഒരു സംഭവം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? മിനിസ്ട്രി ഓഫ് ഇലക്ട്രോണിക്സ് ആൻഡ് ഇൻഫോർമേഷൻ ടെക്നോളജിയാണ്. 32ാമത്തെ ചോദ്യം, ഏത് പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? ഏത് പരിപാടിയുടെ കീഴിലാണ് പശു ഔഷധി സംരംഭം ആരംഭിച്ചത്? ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് പശു ഔഷധി എന്ന് പറയുന്ന ആ ഒരു സംരംഭം ആരംഭിച്ചത്. അപ്പോൾ ലൈഫ് സ്റ്റോക്ക് ഹെൽത്ത് ആൻഡ് ഡിസീസ് കൺട്രോൾ പ്രോഗ്രാമിൻ്റെ കീഴിലാണ് പശു ഔഷധി ആരംഭിച്ചത്. 33ാമത്തെ ചോദ്യമാണ്, വ്യാജ വെളിച്ചെണ്ണയെ തടയാനായി ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഓപ്പറേഷൻ ഓയിലാണ്. അപ്പോൾ വ്യാജ വെളിച്ചെണ്ണയെ തടയാനായിട്ട് നമ്മുടെ ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ആരംഭിച്ച സ്പെഷ്യൽ ഡ്രൈവ് ഏതാണ്? ഓപ്പറേഷൻ ഓയിലാണ്. 34ാമത്തെ ചോദ്യം, 2024 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? ന്യൂഡൽഹിയിലാണ്. അപ്പോൾ 2025 ലോക സുസ്ഥിര വികസന ഉച്ചകോടി നടന്നത് എവിടെയാണ്? അത് ന്യൂഡൽഹിയിലാണ്. 35ാമത്തെ ചോദ്യമാണ്, 2025 ജനുവരിയിൽ മുംബൈയിലെ നേവൽ ഡോക്യാർഡിൽ നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകളുണ്ട്. 3 കമ്മീഷൻ ചെയ്തത്. ഏതൊക്കെയാണ്? INS നീലഗിരി, INS സൂറത്ത്, INS വാക്ഷീർ. നീലഗിരി, സൂറത്ത്, വാക്ഷീർ. അപ്പോൾ 2025 നമ്മുടെ മുംബൈയിൽ നേവൽ ഡോക്യാർഡിൽ നരേന്ദ്രമോദി കമ്മീഷൻ ചെയ്ത യുദ്ധക്കപ്പലുകൾ ഏതൊക്കെയാണ്? നീലഗിരി, INS സൂറത്ത്, INS വാക്ഷീർ. 36ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യൻ നാവികസേനയ്ക്കായിട്ട് L&T ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് നിർമ്മിച്ചു നൽകിയ കപ്പൽ ഏതാണ്? ഉത്കർഷാണ്. അപ്പോൾ നമ്മുടെ L&T ഷിപ്പ് ബിൽഡിംഗ് ലിമിറ്റഡ് നമ്മുടെ ഇന്ത്യൻ നേവിക്കായിട്ട് നിർമ്മിച്ചു നൽകിയ കപ്പൽ ഏതാണ്? ഉത്കർഷാണ്. ഏതാണ്? ഉത്കർഷാണ്. 37ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ ആദ്യ സ്പാഡക്സ് അതായത് സ്പേസ് ഡോക്കിംഗ് എക്സ്പെരിമെൻറ്റ് ഏതാണ്? സ്പാഡക്സ് ആണ്. അപ്പോൾ നമ്മുടെ ഇന്ത്യയുടെ ആദ്യ സ്പാഡക്സ് എക്സ്പെരിമെൻ്റ് എന്ന് പറയുന്ന പേരെന്താണ്? അത് സ്പാഡക്സ് എന്ന് തന്നെയാണ് പറയുന്നത്. അടുത്ത 38ാമത്തെ ചോദ്യം, സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം. സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അത് ന്യൂഡൽഹിയാണ്. അപ്പോൾ സാമൂഹിക നീതിയെക്കുറിച്ചുള്ള ആദ്യത്തെ പ്രാദേശിക സംവാദത്തിന് ആതിഥേയത്വം വഹിക്കുന്ന നഗരം ഏതാണ്? അത് ന്യൂഡൽഹിയാണ്. 39ാമത്തെ ചോദ്യം,
പരീക്ഷയിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാമെന്ന് ഉത്തരവിറക്കിയ കോടതി. അത് സുപ്രീം കോടതിയാണ്. അപ്പോൾ ഒരു പരീക്ഷയിൽ മറ്റ് ഉദ്യോഗാർത്ഥികൾക്ക് ലഭിച്ച മാർക്ക് വിവരാവകാശ നിയമത്തിലൂടെ ആരായാമെന്ന് ഉത്തരവിറക്കിയ കോടതി ഏതാണ്? അത് സുപ്രീം കോടതിയാണ്. 40ാമത്തെ ചോദ്യം, ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും കേരളീയ കലാരൂപങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും വേണ്ടി തയ്യാറാക്കിയ സ്ഥാപനം ഏതാണ്? നമ്മുടെ ഡിജിറ്റൽ ആർട്സ് സ്കൂളാണ് അങ്ങനെ ഒരു സംരംഭം തുടങ്ങിയത്. അപ്പോൾ ലോകത്തിൻ്റെ ഏത് കോണിലുള്ളവർക്കും എന്ത് ചെയ്യാം? ഇനി കേരളീയ കലാരൂപങ്ങൾ പഠിക്കാനും പരിശീലിക്കാനും പറ്റും. അങ്ങനെ ആ ഒരു സംരംഭം തുടങ്ങിയ ആരാണ്? നമ്മുടെ ഡിജിറ്റൽ ആർട്സ് സ്കൂളാണ്. 41ാമത്തെ ചോദ്യമാണ്, 2025 കള്ളപ്പണം വെളുപ്പിക്കൽ കേസിൽ അറസ്റ്റിലായ മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രാവിന്ദ് ജുഗ്നയാണ് ആ ഒരു നമ്മുടെ അറസ്റ്റിലായ നമ്മുടെ മുൻ മൗറീഷ്യസ് പ്രധാനമന്ത്രി. വലിയ ഇമ്പോർട്ടൻ്റ് അല്ല. അടുത്ത് 42ാമത്തെ ചോദ്യം, ഏത് കനാൽ തിരിച്ചെടുക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അവിടം സന്ദർശിച്ചത്? എവിടെയാണ്? പനാമ കനാലാണ്. വലിയൊരു ന്യൂസ് ആയതാണ്. അപ്പോൾ ഏത് കനാൽ തിരിച്ചെടുക്കണമെന്ന US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ പ്രഖ്യാപനത്തെ തുടർന്നാണ് സ്റ്റേറ്റ് സെക്രട്ടറി ആയ ആരാണ്? മാർക്ക് റൂബിയോ അവിടെ സന്ദർശിച്ചത്? നമ്മുടെ പനാമ കനാൽ തിരിച്ചെടുക്കണമെന്നുള്ള ആ ഒരു ഇതാണ്. 43, കേസ് അന്വേഷണത്തിൻ്റെ പേരിൽ മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏത് നിയമത്തിൻ്റെ ലംഘനമാണെന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി. അപ്പോൾ ഒരു കേസ് അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് മാധ്യമപ്രവർത്തകരുടെ ഫോൺ പിടിച്ചെടുക്കുന്നത് ഏത് നിയമത്തിൻ്റെ ലംഘനമാണ് എന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. അത് 1978 പ്രസ് കൗൺസിൽ നിയമപ്രകാരം ആണെന്നാണ് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കിയത്. ഇവിടെ ഇമ്പോർട്ടൻ്റ് മദ്രാസ് ഹൈക്കോടതിയാണ്. 44, ആഴക്കടൽ പര്യവേഷണത്തിനായിട്ട് ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യമാണേത്? സമുദ്രയാണ്. നമ്മുടെ മത്സ്യ 8000 മത്സ്യം എന്ന് പറയുന്ന ആ ഒരു പോഡ് നിങ്ങൾ കണ്ടു കാണും. അപ്പോൾ ആഴക്കടൽ പര്യവേഷണത്തിനായിട്ട് ശാസ്ത്രജ്ഞരെ അയക്കുന്ന ഇന്ത്യയുടെ ദൗത്യം ഏതാണ്? അത് സമുദ്രയാനാണ്. 45ാമത്തെ ചോദ്യമാണ്, ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരം? അത് നമ്മുടെ നീരജ് ചോപ്രയാണ്. അപ്പോൾ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? അത് നീരജ് ചോപ്രയാണ്. അപ്പോൾ ജാവലിൻ ത്രോയിൽ 90 മീറ്റർ കടക്കുന്ന ആദ്യ ഇന്ത്യൻ താരമാരാണ്? നീരജ് ചോപ്രയാണ്. 46ാമത്തെ ചോദ്യം, കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെയെല്ലാം ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ് ഏതാണ്? കേരള കെയറാണ്. ചോദ്യം ഒന്നുകൂടി വായിക്കാം. കിടപ്പ് രോഗികൾക്കും ഗുരുതര രോഗം ബാധിച്ചവർക്കും സൗജന്യ പാലിയേറ്റീവ് കെയർ സേവനം ഉറപ്പാക്കുന്നതിൻ്റെ ഭാഗമായി പാലിയേറ്റീവ് പ്രവർത്തനങ്ങളെല്ലാം തന്നെ ഒരു കുടക്കീഴിലാക്കി കേരള സർക്കാർ സ്ഥാപിക്കുന്ന പ്രത്യേക ഗ്രിഡ് ഏതാണ്ട്? അത് കേരള കെയറാണ്. അടുത്ത 47ാമത്തെ ചോദ്യം, മലയാറ്റൂർ രാമകൃഷ്ണൻ ഫൗണ്ടേഷൻ്റെ മലയാറ്റൂർ പുരസ്കാരം 2025 നേടിയത്? അംബികാസുധൻ മങ്ങാടാണ്. കൃതി അല്ലോഹലനാണ്. ഇപ്പോൾ 2025 മലയാറ്റൂർ രാമകൃഷ്ണൻ മലയാറ്റൂർ പുരസ്കാരം നേടിയ ആരാണ്? അംബികാസുധൻ മങ്ങാടാണ്. കൃതി ഏതാണ്? അല്ലോഹലൻ. കൃതി അല്ലോഹലൻ. 48ാമത്തെ ചോദ്യം, അമൃത് പദ്ധതിയിൽ അടിസ്ഥാന സൗകര്യ വികസനവും മോടി പിടിപ്പിക്കലും പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചത് ആരാണ്? നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. ചിലപ്പോൾ നമുക്ക് റെയിൽവേ മന്ത്രിയാണെന്നൊക്കെ തോന്നിപ്പോവും. അപ്പോൾ അമൃത് പദ്ധതിയിൽ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും മോടി പിടിപ്പിക്കലും പൂർത്തിയാക്കിയ റെയിൽവേ സ്റ്റേഷനുകളുടെ ഉദ്ഘാടനം നിർവഹിച്ചവരാണ്? പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണ്. 49ാമത്തെ ചോദ്യം, 2025 സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക്കൽ ജേതാവായത്? ആർ പ്രജ്ഞാനന്ദയാണ്. 2025 സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക്കിൽ ജേതാവായതാരാണ്? ആർ പ്രജ്ഞാനന്ദയാണ്. ആരാണ്? സൂപ്പർ ബെറ്റ് ചെസ് ക്ലാസിക് ജേതാവാരാണ്? ആർ പ്രജ്ഞാനന്ദ. 50ാമത്തെ ചോദ്യം, 2025 ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം 151. ഇപ്പോൾ 2025 നമ്മുടെ ആഗോള മാധ്യമ സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ്? 151. 51ാമത്തെ ചോദ്യം, പൊതുമേഖലാ ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുവകകളുടെയും ഈ ലേലത്തിനായി കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച നവീകരിച്ച പോർട്ടൽ ഏതാണ്? ബാങ്ക് നെറ്റാണ്.
അപ്പോൾ പൊതുമേഖലാ ബാങ്കുകൾ ലേലത്തിന് വയ്ക്കുന്ന എല്ലാ വസ്തുവകകളുടെയും ഈ ലേലത്തിനായിട്ട് കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ച അല്ലെങ്കിൽ നവീകരിച്ച പോർട്ടൽ ഏതാണ്? അത് ബാങ്ക് നെറ്റാണ്. ഏതാണ്? ബാങ്ക് നെറ്റാണ്. അടുത്ത 52ാമത്തെ ചോദ്യം, ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിന് വേണ്ടി ഇൻജെന്യൂറ്റി ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായി നാസ അവതരിപ്പിച്ച വാഹനം. അപ്പോൾ നമ്മുടെ ചൊവ്വയുടെ വിപുലമായ പര്യവേക്ഷണത്തിന് വേണ്ടിയിട്ടായിട്ട് നമ്മുടെ ഇൻജെന്യൂറ്റി ആ ഒരു ഹെലികോപ്റ്ററിൻ്റെ പിൻഗാമിയായിട്ട് നാസ അവതരിപ്പിച്ച വാഹനം ഏതാണ്? മാഴ്സ് ചോപ്പർ. ഏതാണ്? മാഴ്സ് ചോപ്പർ. 53ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ നാഗ് മാർക്ക് 2 ആണ്. അപ്പോൾ 2025 ജനുവരിയിൽ ഇന്ത്യ വിജയകരമായി പരീക്ഷിച്ച ആൻറ്റി ടാങ്ക് ഗൈഡഡ് മിസൈൽ ഏതാണ്? നാഗ് മാർക്ക് 2 ആണ്. 54ാമത്തെ ചോദ്യം, 2025 ജനുവരിയിൽ വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കുവാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ന്യൂ ഗ്ലെൻ ആണ്. 2025 വിജയകരമായി പരീക്ഷിച്ച ബ്ലൂ ഒറിജിൻ കമ്പനിയുടെ പുനരുപയോഗിക്കുവാൻ കഴിയുന്ന ഹെവി ലിഫ്റ്റ് ലോഞ്ച് വെഹിക്കിൾ ഏതാണ്? ന്യൂ ഗ്ലെൻ ആണ്. ഏതാണ്? ന്യൂ ഗ്ലെൻ ആണ്. 55ാമത്തെ ചോദ്യം, ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരു പരമ്പരാഗത നാടക രൂപമാണ് ദശാവതാരം? അപ്പോൾ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരു പരമ്പരാഗത നാടക രൂപമാണ് ദശാവതാരം? ഏതൊക്കെ സംസ്ഥാനങ്ങളുടെയാണ്? മഹാരാഷ്ട്രയും ഗോവയുമാണ്. അപ്പോൾ ഏതൊക്കെ ഇന്ത്യൻ സംസ്ഥാനത്തിലെ ഒരു പരമ്പരാഗത നാടക രൂപമാണ് ദശാവതാരം? മഹാരാഷ്ട്രയുടെയും ഗോവയുടെയാണ്. 56ാമത്തെ ചോദ്യം, ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ 2024 സാഹിത്യ അക്കാദമി അവാർഡ് മരണാനന്തരം ലഭിച്ച ആർക്ക്? ചമൻ അറോറയ്ക്കാണ്. അപ്പോൾ ഡോഗ്രി ഭാഷാ വിഭാഗത്തിൽ 2024 സാഹിത്യ അക്കാദമി പുരസ്കാരം മരണാനന്തരം ലഭിച്ച ആർക്കാണ്? ചമൻ അറോറയ്ക്കാണ്. 57ാമത്തെ ചോദ്യം, നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ആരംഭിച്ച മന്ത്രാലയം? നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ആരംഭിച്ച മന്ത്രാലയമാണ് പാർലമെൻ്ററി കാര്യ മന്ത്രാലയം. അപ്പോൾ നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? പാർലമെൻ്ററി കാര്യ മന്ത്രാലയമാണ് നാഷണൽ യൂത്ത് പാർലമെൻറ്റ് സ്കീം അവതരിപ്പിച്ചത്. 58ാമത്തെ ചോദ്യം, ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ അവയവമാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി? അത് ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ ഗോട്ടിഗനാണ്. അപ്പോൾ ഒരു ഹൃദയസ്തംഭനം വന്നവരുടെ ഹൃദയങ്ങൾ ആ ഒരു അവയവ മാറ്റം കൂടാതെ തന്നെ സുഖപ്പെടുത്തുവാൻ കഴിയുന്ന ഇംപ്ലാന്റബിൾ പാച്ചുകൾ നിർമ്മിച്ച യൂണിവേഴ്സിറ്റി ഏതാണ്? ജർമ്മനിയിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സെൻറ്റർ ഗോട്ടിഗനാണ്. 59, ബഹുഭാഷാ ഭരണത്തിനായി ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനം? അത് ത്രിപുരയാണ്. അപ്പോൾ ബഹുഭാഷാ ഭരണത്തിനായിട്ട് ഭാഷിണിയുമായി ധാരണാപത്രം ഒപ്പുവെച്ച ആദ്യ വടക്ക് കിഴക്കൻ സംസ്ഥാനമാണ് നമ്മുടെ ത്രിപുര. 60ാമത്തെ ചോദ്യമാണ്, ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയ ഫിനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ ഫീസ്റ്റ് ആണ്. അപ്പോൾ നമ്മുടെ ISROയുടെ വിക്രം സാരാഭായ് സ്പേസ് സെൻറ്റർ വികസിപ്പിച്ചെടുത്ത തദ്ദേശീയമായ ഫിനൈറ്റ് എലമെൻറ്റ് അനാലിസിസ് ഓഫ് സ്ട്രക്ചേഴ്സ് സോഫ്റ്റ്വെയർ ഏതാണ്? അതിൻ്റെ ആ ഒരു പേരാണത് ഫീസ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത് 61ാമത്തെ ചോദ്യം, ഇന്ത്യ സ്വന്തമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. അപ്പോൾ ഇന്ത്യ തദ്ദേശീയമായി വികസിപ്പിച്ച മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. നമ്മുടെ മൾട്ടി ബാരൽ പിനാക്ക റോക്കറ്റ് ലോഞ്ചർ വാങ്ങുന്നത് ഏത് രാജ്യമാണ്? ഫ്രാൻസ് ആണ്. 62, കൃത്യമായ വിള ഡേറ്റ ശേഖരണം ഉറപ്പാക്കാൻ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം? അപ്പോൾ കൃത്യമായിട്ടുള്ള വിള ഡേറ്റ ശേഖരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഏതാണ്? അത് ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. ഏതാണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ് കൃത്യമായ വിള ഡേറ്റ ശേഖരണം ഉറപ്പാക്കാനായിട്ട് നമ്മുടെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം ആരംഭിച്ച സംവിധാനം ഏതാണ്? ഡിജിറ്റൽ ക്രോപ്പ് സർവേ ആണ്. 63ാമത്തെ ചോദ്യം, രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 രാജ്യസഭയിൽ അവതരിപ്പിച്ചത് ആരാണ്? കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയായ നിത്യാനന്ദ റോയാണ്.
അപ്പോൾ രാജ്യത്ത് അനധികൃത കുടിയേറ്റം തടയുക ലക്ഷ്യമിട്ട് കുടിയേറ്റ നിയമങ്ങൾ പരിഷ്കരിക്കുന്നതിനും ഏകീകരിക്കുന്നതിനുമുള്ള ഇമിഗ്രേഷൻ ആൻഡ് ഫോറിനേഴ്സ് ബിൽ 2025 രാജ്യസഭയിൽ അവതരിപ്പിച്ചതാരാണ്? നിത്യാനന്ദ റോയാണ്. കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രിയാണ് നമ്മുടെ നിത്യാനന്ദ റോയ് എന്ന് പറയുന്നത്. 64ാമത്തെ ചോദ്യമാണ് 2025 വഖഫ് ഭേദഗതി ബില്ലിൽ രാഷ്ട്രപതിയായ നമ്മുടെ ദ്രൗപദി മുർമു ഒപ്പുവെച്ച തീയതി. 2025 ഏപ്രിൽ 5-നാണ്. അപ്പോൾ 2025 വഖഫ് ഭേദഗതി ബില്ല് രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒപ്പുവെച്ചതെന്നാണ് 2025 ഏപ്രിൽ 5-നാണ്. കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത് കൊച്ചിയിലാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് എവിടെ പ്രവർത്തനം ആരംഭിച്ചു? കൊച്ചിയിലാണ് കേരളത്തിലെ ആദ്യ ഹൈഡ്രജൻ ബസ് പ്രവർത്തനം ആരംഭിച്ചത്. 66ാമത്തെ ചോദ്യം മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാൻ സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷൻ. ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. അപ്പോൾ മുനമ്പം ഭൂമി വിഷയം പരിശോധിക്കാനായിട്ട് സർക്കാർ നിയമിച്ച ജുഡീഷ്യൽ കമ്മീഷണറാണ് ജസ്റ്റിസ് CN രാമചന്ദ്രൻ നായർ കമ്മീഷനാണ്. 67 കെട്ടിടങ്ങൾ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുള്ള പദ്ധതി. കുളിർമ എന്ന് പറയുന്ന പദ്ധതിയാണ്. അപ്പോൾ കെട്ടിടങ്ങളിൽ കൂൾ റൂഫ് സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിച്ച് ഉള്ളിലെ ചൂട് കുറയ്ക്കുകയും ഫാനുകളുടെയും എയർ കണ്ടീഷനുകളുടെയും ഉപയോഗം കുറയ്ക്കുന്നതിനുമായിട്ടുള്ള പദ്ധതി ഏതാണ്? അത് കുളിർമയാണ്. ഏതാണ്? കുളിർമയാണ്. 68ാമത്തെ ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. അത് തിരുവനന്തപുരത്താണ്. കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത് എവിടെയാണ്? തിരുവനന്തപുരത്താണ് കേരളത്തിലെ ആദ്യത്തെ ബുക്ക് വെൻഡിംഗ് മെഷീൻ സ്ഥാപിച്ചത്. 69ാമത്തെ ചോദ്യം ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപകേന്ദ്രം നിളയാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ സ്വകാര്യ പേലോഡ് ഹോസ്റ്റിംഗ് ഉപഗ്രഹം ഏതാണ്? നിളയാണ്. 70ാമത്തെ ചോദ്യം ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23-നാണ്. 2025 പ്രമേയം എന്താണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. അപ്പോൾ ലോക കാലാവസ്ഥാ ദിനം മാർച്ച് 23. 2025 പ്രമേയം എന്താണ്? ക്ലോസിംഗ് ദ ഏർലി വാർണിംഗ് ഗ്യാപ്പ് ടുഗദർ. 71ാമത്തെ ചോദ്യം പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ്. അപ്പോൾ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്ന മന്ത്രാലയം ഏതാണ്? ധനകാര്യ മന്ത്രാലയത്തിന് കീഴിലാണ് നമ്മുടെ പെൻഷൻ ഫണ്ട് റെഗുലേറ്ററി ആൻഡ് ഡെവലപ്മെൻറ്റ് അതോറിറ്റി പ്രവർത്തിക്കുന്നത്. 72ാമത്തെ ചോദ്യം പ്രതിവർഷം ഭൂഗർഭ ജലലഭ്യത കൂടിയ സംസ്ഥാനങ്ങൾ. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. പ്രതിവർഷം ഭൂഗർഭ ജലലഭ്യത കൂടിയ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര. കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ കണ്ണൂരിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ്. അപ്പോൾ കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ ഏതാണ്ടാ? കണ്ണൂരിലെ കണ്ണപുരം റെയിൽവേ സ്റ്റേഷനാണ് കേരളത്തിലെ ആദ്യ ഹരിത റെയിൽവേ സ്റ്റേഷൻ. 74ാമത്തെ ചോദ്യം നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ്. നെട്ടുംബോ നന്ദി എൻഡ്വൈത്വ. അപ്പോൾ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? നെട്ടുംബോ നന്ദി. നമുക്കത്രയും മതി. അപ്പോൾ നമീബിയയുടെ ആദ്യ വനിതാ പ്രസിഡന്റ് ആരാണ്? നെട്ടുംബോ നന്ദി. 75ാമത്തെ ചോദ്യം 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ച വ്യക്തി. വിനോദ് കുമാർ ശുക്ലയാണ്. 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ്? വിനോദ് കുമാർ ശുക്ലയ്ക്കാണ് 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ലഭിച്ചത്. അപ്പോൾ 59ാമത് ജ്ഞാനപീഠ പുരസ്കാരം ആർക്ക് ലഭിച്ചു? വിനോദ് കുമാർ ശുക്ലയ്ക്ക് ലഭിച്ചു. 76ാമത്തെ ചോദ്യം 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ടവാലോബി ലാക്കി അഗ്നിപർവ്വതം സ്ഥിതി ചെയ്യുന്നത്. 2025 മാർച്ചിൽ പൊട്ടിത്തെറിച്ച മൗണ്ട് ടവോലോബി ലാക്കി അഗ്നിപർവ്വതം എവിടെയാണ്? ഇന്തോനേഷ്യയിലാണ് പൊട്ടിത്തെറിച്ച മൗണ്ട് ടെവോലോബി ലാക്കി അഗ്നിപർവ്വതം. 77ാമത്തെ ചോദ്യം ഡോക്ടർ K രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണമാണ്.
അപ്പോൾ ഡോക്ടർ കെ രത്നമ്മ ഏത് രംഗത്തെ ഗവേഷണവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഭാഷാ ഗവേഷണവുമായിട്ട് ബന്ധപ്പെട്ട വ്യക്തിയാണ് ആര്? നമ്മുടെ ഡോക്ടർ കെ രത്നമ്മ. 78ാമത്തെ ചോദ്യം. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം. 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത സംസ്ഥാനം അത് മേഘാലയയാണ്. അപ്പോൾ 2025 ആദ്യത്തെ ശാസ്ത്രീയ കൽക്കരി ഖനന ബ്ലോക്ക് ഉദ്ഘാടനം ചെയ്ത എവിടെയാണ്? അത് മേഘാലയയാണ്. 78ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ ആരംഭിച്ചത് ബംഗളൂരുവിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടാണ്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഗ്രീൻഫീൽഡ് ഡൊമസ്റ്റിക് കാർഗോ ടെർമിനൽ എവിടെ ആരംഭിച്ചു? ബംഗളൂരുവിലെ കെമ്പഗൌഡ ഇൻ്റർനാഷണൽ എയർപോർട്ടിലാണ്. 79ാമത്തെ ചോദ്യം. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശം? ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷനിലാണ് EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശമെന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പോൾ 79ാമത്തെ ചോദ്യം. EFIR രജിസ്റ്റർ ചെയ്ത ആദ്യ കേന്ദ്രഭരണ പ്രദേശമാണ് ജമ്മു കാശ്മീരിലെ ബാരാമുള്ള പോലീസ് സ്റ്റേഷൻ. 80ാമത്തെ ചോദ്യം. ഇന്ത്യയിലെ ആദ്യത്തെ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ചത്? IIT മദ്രാസ്, പിന്നെ ആരാണ്? ഇന്ത്യൻ റെയിൽവേയുമാണ്. അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഹൈപ്പർ ലൂപ്പ് ടെസ്റ്റ് ട്രാക്ക് വികസിപ്പിച്ച ആരൊക്കെയാണ്? ഇന്ത്യൻ റെയിൽവേയും IIT മദ്രാസുമായിട്ടാണ്. 81ാമത്തെ ചോദ്യം. സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം? ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമിയും ആസ്ട്രോഫിസിക്സ് പൂനെയും ചേർന്നാണ് SUIT അല്ലെങ്കിൽ സ്യൂട്ട് എന്ന് പറയും, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ്. അപ്പോൾ ഒന്നുകൂടി, സോളാർ അൾട്രാവയലറ്റ് ഇമേജിംഗ് ടെലസ്കോപ്പ് വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഇന്റർ യൂണിവേഴ്സിറ്റി സെൻറ്റർ ഫോർ ആസ്ട്രോണമിയും പിന്നെ ഏതാണ്? പൂനെയിലെ ആസ്ട്രോ ഫിസിക്സും കൂടിയാണ്. 82ാമത്തെ ചോദ്യം. കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായി ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സ്ഥാപനം? സെബിയാണ്. അപ്പോൾ കോർപ്പറേറ്റ് ബോണ്ടുകൾക്കായിട്ട് ബോണ്ട് സെൻട്രൽ എന്ന പേരിൽ ഒരു കേന്ദ്രീകൃത ഡാറ്റാബേസ് പോർട്ടൽ ആരംഭിച്ച സംസ്ഥാനം ഏതാണ്? സെബിയാണ്. അടുത്ത ചോദ്യം. 83ാമത്തെ ചോദ്യമാണ്. ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ BRO ഏത് മന്ത്രാലയത്തിന് കീഴിലാണ് പ്രവർത്തിക്കുന്നത്? പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് നമ്മുടെ BRO പ്രവർത്തിക്കുന്നത്. അപ്പോൾ BRO ബോർഡർ റോഡ് ഓർഗനൈസേഷൻ എന്നറിയപ്പെടുന്നു. ഏത് മന്ത്രാലയത്തിന് കീഴിലാണ്? പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിലാണ് നമ്മുടെ BRO പ്രവർത്തിക്കുന്നത്. 84ാമത്തെ ചോദ്യം. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിലൊന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരം ഋഷഭ് പന്താണ്. ലോകത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കായിക പുരസ്കാരങ്ങളിൽ ഒന്നായ ലോറസ് പുരസ്കാരത്തിന് 2025 പരിഗണിക്കപ്പെട്ട ഇന്ത്യൻ ക്രിക്കറ്റ് താരന്മാരാണ്? അത് നമ്മുടെ ഋഷഭ് പന്താണ്. 85ാമത്തെ ചോദ്യം. ബഹിരാകാശ ദൗത്യങ്ങൾക്കായി വിക്രം 3201, കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം നമ്മുടെ ISRO ആണ്. അപ്പോൾ ബഹിരാകാശ ദൗത്യങ്ങൾക്കായിട്ട് വിക്രം 3201, കൽപ്പന 3201 എന്നീ അതിവേഗ മൈക്രോ പ്രോസസ്സറുകൾ വികസിപ്പിച്ചെടുത്ത സ്ഥാപനം ഏതാണ്? നമ്മുടെ ISRO ആണ്. 86ാമത്തെ ചോദ്യം. 2025 മാർച്ചിൽ വിടവാങ്ങിയ 2 ഒളിമ്പിക്സുകളിൽ നിന്നായി 10 മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരം? ഇമ്പോർട്ടൻ്റ് ചോദ്യമാണ്. ആരാണ്? അകിനോരി നകയാമ. നല്ല പേര്. 2025 മാർച്ചിൽ വിടവാങ്ങിയ 2 ഒളിമ്പിക്സുകളിൽ നിന്നായിട്ട് 10 മെഡലുകൾ നേടിയ പ്രശസ്ത ജാപ്പനീസ് ജിംനാസ്റ്റിക് താരം ആരാണ്? അകിനോരി നകയാമ. അകിനോരി നകയാമ ജിംനാസ്റ്റിക് താരമാണ്, ജാപ്പനീസ് താരമാണ്. 2 ഒളിമ്പിക്സുകളിൽ എത്ര? 10 മെഡലുകൾ നേടിയിട്ടുണ്ട്. 87ാമത്തെ ചോദ്യം. 2025 ബുക്കർ സമ്മാനത്തിനുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജ കിരൺ ദേശായിയുടെ നോവൽ ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. അപ്പോൾ 2025
ബുക്കർ സമ്മാനത്തിലുള്ള ആദ്യ പട്ടികയിൽ ഇടം പിടിച്ച ഇന്ത്യൻ വംശജയാണ് കിരൺ ദേശായി. അപ്പോൾ കിരൺ ദേശായിയുടെ നോവൽ ഏതാണ്ട് ദ ലോൺലിനെസ് ഓഫ് സോണിയ ആൻഡ് സണ്ണി. 88ാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യ സമര സേനാനി ലോകമാന്യ ബാലഗംഗാധര തിലകൻ്റെ ഓർമ്മയ്ക്കായി തിലക് സ്മാരക മന്ദിർ ട്രസ്റ്റ് നൽകുന്ന 2025 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് അർഹനായത്? നമ്മുടെ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രി ആരാണ്? നിതിൻ ഗഡ്കരിയാണ്. അപ്പോൾ 2025 ലോകമാന്യ തിലക് ദേശീയ പുരസ്കാരത്തിന് ആരാണ് അർഹനായത്? നമ്മുടെ കേന്ദ്ര റോഡ് ഗതാഗത ഹൈവേ മന്ത്രിയായ നിതിൻ ഗഡ്കരിയാണ്. 89ാമത്തെ ചോദ്യം, 2025 ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ഓസ്കർ പിയാസ്ട്രിയാണ്. ഇപ്പോൾ 2025 ഫോർമുല 1 ബെൽജിയം ഗ്രാൻഡ് പ്രിക്സ് കിരീട ജേതാവ് ആരാണ്? ഓസ്കർ പിയാസ്ട്രി. ആരാണ്? ഫോർമുല 1 ബെൽജിയം ആരാണ്? ഓസ്കർ പിയാസ്ട്രിയാണ്. 90ാമത്തെ ചോദ്യം, അടുത്തിടെ അന്തരിച്ച ദ്രോണാചാര്യ ജേതാവും ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം മുൻ പരിശീലകരുമായിരുന്ന വ്യക്തി ആരാണ്? സണ്ണി തോമസ് ആണ്. അപ്പോൾ അടുത്തിടെ അന്തരിച്ച ദ്രോണാചാര്യ ജേതാവും ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം മുൻ പരിശീലകനുമായിരുന്ന വ്യക്തി ആരാണ്? സണ്ണി തോമസ് ആണ്. അന്തരിച്ചു. ദ്രോണാചാര്യ ജേതാവാണ്. ഇന്ത്യൻ ഷൂട്ടിംഗ് ടീം മുൻ പരിശീലകനാണ്. ആരാണ്? സണ്ണി തോമസ് ആണ്. 91ാമത്തെ ചോദ്യം, 2025 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത് ആലങ്കോട് ലീലാകൃഷ്ണനാണ്. ഇപ്പോൾ 2025 പത്മപ്രഭ പുരസ്കാരം ആര് നേടി? ആലങ്കോട് ലീലാകൃഷ്ണൻ. 2025 പത്മപ്രഭ പുരസ്കാരം ആർക്കാണ് കിട്ടിയത്? ആലങ്കോട് ലീലാകൃഷ്ണനാണ് 2025 പത്മപ്രഭ പുരസ്കാരം കിട്ടിയത്. 92ാമത്തെ ചോദ്യം, ഡിജിറ്റൽ സൗകര്യം മൗലികാവകാശമാണെന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. ഇപ്പോൾ ഡിജിറ്റൽ സൗകര്യം മൗലികാവകാശമാണ് എന്ന് പ്രഖ്യാപിച്ചത് ആരാണ്? നമ്മുടെ സുപ്രീം കോടതിയാണ്. 93ാമത്തെ ചോദ്യം, പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് MV മുകുന്ദനാണ്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം നേടിയത് ആരാണ്? MV മുകുന്ദനാണ്. പ്രഥമ കുഞ്ചൻ നമ്പ്യാർ പ്രഥമ കുഞ്ചൻ നമ്പ്യാർ സാഹിത്യ പുരസ്കാരം ആർക്ക് കിട്ടി? MV മുകുന്ദന് കിട്ടി. 94ാമത്തെ ചോദ്യം, കേരളത്തിൻ്റെ എത്രാമത്തെ ചീഫ് സെക്രട്ടറിയാണ് ഡോക്ടർ A ജയതിലക് സ്ഥാനമേറ്റത്? നമ്മുടെ ജയതിലക് എത്രാമത്തെയാണ്? 50ാമത് ചീഫ് സെക്രട്ടറിയാണ്. അപ്പോൾ കേരളത്തിൻ്റെ എത്രാമത് ചീഫ് സെക്രട്ടറി ആയിട്ടാണ് നമ്മുടെ ഡോക്ടർ A ജയതിലക് സ്ഥാനമേറ്റത്? എത്രാമത്തെയാണ്? 50ാമത്തേതാണ്. 95ാമത്തെ ചോദ്യം, മാധ്യമം റിക്രിയേഷൻ ക്ലബ്ബ് ഏർപ്പെടുത്തിയ KA കൊടുങ്ങല്ലൂർ പുരസ്കാരം നേടിയത് വത്സലൻ വാതുശ്ശേരിയാണ്. അപ്പോൾ മാധ്യമം റിക്രിയേഷൻ ക്ലബ്ബ് ഏർപ്പെടുത്തിയ KA കൊടുങ്ങല്ലൂർ പുരസ്കാരം നേടിയത് ആരാണ്? വത്സലൻ വാതുശ്ശേരിയാണ്. 96ാമത്തെ ചോദ്യം, കേരളത്തിലെ വനം മേധാവി ആരാണ്? രാജേഷ് രവീന്ദ്രനാണ്. ഇപ്പോൾ കേരളത്തിലെ വനം മേധാവി ആരാണ്? രാജേഷ് രവീന്ദ്രനാണ് കേരളത്തിലെ വനം മേധാവി. കേരളത്തിലെ വനം മേധാവി ആരാണ്ട? രാജേഷ് രവീന്ദ്രൻ. 97ാമത്തെ ചോദ്യം, ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണിത് എക്സർസൈസ് ബോൾഡ് കുരുക്ഷേത്ര. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമാണ് എക്സൈസ് ബോൾഡ് കുരുക്ഷേത്ര. അപ്പോൾ അതിൻ്റെ 14ാമത് പതിപ്പിൻ്റെ വേദി എവിടെയായിരുന്നു? രാജസ്ഥാനിലെ ജോധ്പൂരാണ്. അപ്പോൾ ഇന്ത്യയും സിംഗപ്പൂരും തമ്മിലുള്ള സംയുക്ത സൈനിക അഭ്യാസമായ എക്സൈസ് ബോൾഡ് കുരുക്ഷേത്രയുടെ 14ാമത് പതിപ്പിൻ്റെ വേദി എവിടെയാണ്? രാജസ്ഥാനിലെ ജോധ്പൂരിലാണ്. 98ാമത്തെ ചോദ്യം, സ്പർശ് ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? സിസ്റ്റം ഫോർ പെൻഷൻ അഡ്മിനിസ്ട്രേഷൻ രക്ഷ എന്നാണ് സ്പർശ്. അപ്പോൾ ഈ സ്പർശ് ഏത് മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ്? പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സ്പർശ് എന്ന് പറയും. നമ്മൾ പെൻഷനുമായിട്ട് ബന്ധപ്പെട്ട പ്രതിരോധ നമ്മുടെ ആർമി ജീവനക്കാർക്കായിട്ട് പെൻഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു സംഭവമാണ്. ആ ഒരു വെബ്സൈറ്റാണ് സ്പർശ് എന്ന് പറയുന്നത്. അപ്പോൾ സ്പർശ് എന്ന് പറയുമ്പോൾ എന്താണ്? സ്പർശ് എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രതിരോധ മന്ത്രാലയത്തിൻ്റെ സംരംഭമാണ് സ്പർശ് എന്ന് പറയുന്നത്. അടുത്ത 99ാമത്തെ ചോദ്യം, ഇന്ത്യൻ സൈന്യത്തിൻ്റെ സൈനികാഭ്യാസമായ എക്സൈസ് ഡ്രോൺ പ്രഹാർ നടന്നത്? എക്സൈസ് ഡോൺ പ്രകാർ എവിടെ നടന്നു? അരുണാചൽ പ്രദേശാണ്. അപ്പോൾ ഇന്ത്യൻ നമ്മുടെ സൈന്യത്തിൻ്റെ സൈനികാഭ്യാസമായ എക്സൈസ് ആയിരുന്നു ഏത്? ഡ്രോൺ പ്രഹാർ എന്ന് പറയുന്നത്. എവിടെയാണ് ഡ്രോൺ പ്രഹാർ നടന്നത്? അരുണാചൽ പ്രദേശിലാണ് നമ്മുടെ ഡ്രോൺ പ്രഹാർ നടന്നത്. 100ാമത്തെ ചോദ്യം, ഡിജിറ്റൽ വിള സർവേ
DCS സംവിധാനം ആരംഭിച്ച മന്ത്രാലയം? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ്. ഇപ്പോൾ ഡിജിറ്റൽ വിള സർവേ ആയ നമ്മുടെ DCS എന്ന് പറയും, ഡിജിറ്റൽ വിള സർവേ ആരംഭിച്ച മന്ത്രാലയം ഏതാണ്? കൃഷി കർഷക ക്ഷേമ മന്ത്രാലയമാണ് നമ്മുടെ ഡിജിറ്റൽ വിള സർവേ ആരംഭിച്ചത്. ഏത് മന്ത്രാലയമാണ്? നമ്മുടെ കൃഷി കർഷക ക്ഷേമ മന്ത്രാലയം. അപ്പോൾ നമ്മൾ നോക്കിയത് 100 ചോദ്യങ്ങളാണ്. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് അടുത്ത 100 ചോദ്യങ്ങളുമായിട്ട് കാണാം. ഓക്കെ ആണെന്ന് കരുതുന്നു.